അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ദിവസം ഷിഫക്ക് വളരെയധികം സങ്കടമായിരുന്നു. അവൾ ഈ കാര്യം ഷമ്മാസിനോട് എങ്ങനെ പറയും എന്നതിനെക്കുറിച്ച് ടെൻഷനായി. അവളോട് ഉമ്മ ചോദിച്ചു, അല്ല പെണ്ണേ, ഈ എന്തിനെങ്ങനെ ടെൻഷനാണത്? ഓളോളം ഇഷ്ടം പോലെ ചെയ്തു, അതിനിപ്പോൾ എന്താ എനിക്ക് ഇത്ര ടെൻഷന്? ഓൾക്കില്ലാത്ത ടെൻഷൻ എന്താ എനിക്ക്? ഓളെൻ്റെ അനിയത്തിയൊന്നുമല്ലല്ലോ ഉമ്മ. അത് വെറുതെ ഓരോന്ന് ആവശ്യമില്ലാതെ തലയിൽ വലിച്ച് കയറ്റണ്ട. പിന്നെ പഠിക്കാനുള്ളടുത്ത് നോക്ക്. ഓളൊക്കെ എന്തൊക്കെ തന്നെ ആയാലും പഠനത്തിൻ്റെ കാര്യം വിടൂല. എനിക്ക് പിന്നെ അതിന് വലിയ താല്പര്യമില്ലല്ലോ ഉമ്മ. അവൾക്ക് പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്, അതുകൊണ്ടാണ് ഓൾ അങ്ങനെ ആയിരിക്കും. എന്നാലും ഇപ്പം എന്തിനാ ഓൾക്കൊരു കല്യാണക്കാര്യം വന്നപ്പോൾ എനിക്ക് ഇത്ര ടെൻഷന്? ഉമ്മ, അങ്ങക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഓൻ അത്രക്കും ഓളെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുമല്ല, അവൾ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പെണ്ണ എൻ്റെ കഥ? അങ്ങനെ ചെക്കന്മാരൊക്കെ ഓരോ ഇഷ്ടങ്ങളൊക്കെ പറയൽ സാധാരണയാണ്. ഇതിപ്പോൾ ഇന്നൊന്നിലൊന്നും കാണൽ തുടങ്ങിയതല്ല. അതൊക്കെ അവർക്ക് തോന്നുമ്പോൾ അങ്ങനെ പറയും. പിന്നെ അവർ വേറെ കാണുമ്പോൾ ഓല പിന്നാലെ പോവുകയും ചെയ്യും. ഉമ്മ, ഷമ്മാസ് അതൊരിക്കലും അങ്ങനല്ല. നിങ്ങൾ ഇന്നലെ കണ്ട ചെക്കനെ കണ്ടിട്ട് നല്ല ആളാണെന്ന് എങ്ങനെ ഉറപ്പിക്കുക? അതിൻ്റെ നടപടിയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് ഉമ്മ. ഏതെങ്കിലും ആളുകൾ ഇങ്ങനെ കൃത്യമായി, അതും ഇത്ര ഒരു വയസ്സിൽ ഇത്ര ഫ്രീക്കന്മാരായി നടക്കുന്ന ചെക്കന്മാരാരെങ്കിലും 5 നേരം പള്ളിയിൽ പോവോ കറക്റ്റായിട്ട്? ഇത് ഷമ്മാസിന് നമുക്ക് ഒരു നേരം ഓൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കണ്ടറിയാം അതിൻ്റെ ഒരു ഈമാൻ്റെ ശക്തി. ശരിക്കും പറഞ്ഞാൽ പെണ്ണുങ്ങളെ മുഖത്ത് പോലും ശരിക്കും നോക്കൂല, അങ്ങനെയാണ്. ആഹാ, ഈ ആൾ കൊള്ളാലോ. പിന്നെ എങ്ങനെ നുസൈബാൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഓളെ കണ്ടതൊക്കെ? ഉമ്മ, ഓളെ മുഖം ഒരിക്കലും ഓന് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ പെണ്ണെ ഇഷ്ടപ്പെടുക? അത് ഓൾ നിഖാബ് ധരിക്കുമല്ലോ, അതെ, അത് കണ്ടിട്ടാണ് ഓൻ ഇഷ്ടപ്പെട്ടത്. അല്ലാതെ ഓളെ മുഖം കണ്ടിട്ടോ ഓളെ ശരീരം കണ്ടിട്ടോ അല്ല. നിങ്ങളൊക്കെ പറ്റിക്കാൻ എന്ത് എളുപ്പം ഇപ്രായം പെൺകുട്ടികളെ. ആരെങ്കിലും ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഓൾക്ക് ഓലെ ഇഷ്ടമാണ്, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും, അതല്ലേ? അല്ലുമ്മ, ഇത് യഥാർത്ഥത്തിൽ സത്യത്തിൽ ഉള്ള സ്നേഹമാണ്. അവളെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. എന്തായാലും ഓനെ തേച്ച് പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ, അങ്ങനെ പറയണ്ട. ചിലപ്പോൾ ഓൾ അവസ്ഥ കൊണ്ടായിരിക്കും ഓൾ അങ്ങനെ ചെയ്തത്. എന്നാലും ഓൾക്ക് എന്താ തൊള്ള തുറന്ന് പറയാൻ വയ്യേ? ഉമ്മ, മാതാപിതാക്കളോട് ഒരെതിരും പറയാത്ത പെൺകുട്ടിയാണ് ഓള്. ഓരോ ഉമ്മയും ഉപ്പയും എന്താ പറയണേ അതിനനുസരിച്ച് അവൾ നിന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള കുട്ടി പെട്ടെന്ന് എടുത്ത് ചാടിക്കൊണ്ട് ഒന്നും പറയൂല. അതാണ് നല്ല കുട്ടികളെ സ്വഭാവം തന്നെയാണത്, അല്ലേ? ഈയൊക്കെ ആണെങ്കിലോ ഞാൻ എന്തേലും പറഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് തിരിച്ചടിക്കും. ഉമ്മ, എൻ്റെ സ്വഭാവം അങ്ങനെ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്നാലോ എനിക്ക് സ്നേഹമുണ്ട് എല്ലാവരോടും. ദേഷ്യം എനിക്ക് വരും. ദേഷ്യം വന്നാലേ ഞാൻ പലതും വിളിച്ച് പറയും ചെയ്യും. ഇപ്പോൾ ഞാൻ നുസൈബയെ കുറേ ചീത്ത പറഞ്ഞു. എന്തിനാ പെണ്ണെ, എനിക്ക് എന്തിൻ്റെ കേടാ? ഓളോളെ ഇഷ്ടത്തിന് ഓളെ വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുക്കണേ എനിക്കെന്താ ഇത്ര ഖേദം? ഞാൻ അതാ ആലോചിക്കണേ. ഓൾക്കെന്താ, എൻ്റെ അനിയത്തി ജ്യേഷ്ഠത്തിയാണോള്? ഉമ്മ, ഓൾ അനിയത്തിയും ജ്യേഷ്ഠത്തിയും ഒന്നുമല്ലെങ്കിലും എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണ്. സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചതാണ് ആ ഒരു വിവാഹം, ഷമ്മാസിൻ്റെ കൂടെയുള്ള നുസൈബയുടെ ആ ഒരു ജീവിതം. അതും അവളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട്, അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് അവൾ മോചിതയായി വന്ന് വീണ്ടും നല്ലൊരു ചെക്കൻ്റെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലമ്മ, നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? മോളെ, എൻ്റെ മനസ്സ് ഞാൻ സമ്മതിച്ചു. ഒരാൾ നന്നാവണം, അതാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം, അല്ലേ? ശരിയാണമ്മ, ഒരാൾ നന്നായി കാണുമ്പോഴല്ലേ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുക. അല്ലാതെ ഒരാൾ നന്നായി കാണുമ്പോൾ അത് പല ആളുകൾക്കും ദേഷ്യം അസൂയയൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഷമ്മാസും നുസൈബയും ഒരുമിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അത്തരം ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്കത്ര ടെൻഷൻ. എന്നാലും നുസൈബ ചെയ്തത് വല്ലാത്തൊരു... എടി പെണ്ണേ, നീ ഒന്നും മിണ്ടാതിരുന്ന ഓളൊരു സങ്കടം. സ്വന്തം ജ്യേഷ്ഠത്തെ അനിയത്തിയെ പോലെയാണ് ഓളൊരു ഇത് കണ്ടാൽ. അതിപ്പോൾ ഓരോ ഇഷ്ടത്തിന് ഓരോ ഇഷ്ടം പോലെ ചെയ്തോട്ടെ, അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട ഒരു കാര്യമില്ല. ഈ എൻ്റെ കാര്യം നോക്ക്, പഠിക്കാനുള്ളടുത്ത് പഠിക്കാൻ നോക്ക്. അല്ലാതെ ബ്രോക്കറിൻ്റെ പണിയല്ല എനിക്ക് വേണ്ടത്. അന്നേ ബ്രോക്കർ പണിക്കൊന്നും ഞാനിവിടുന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. ഞങ്ങളെ പൈസ കൊടുത്ത് പഠിപ്പിക്കണത് ഈ
പഠിക്കാൻ വേണ്ടിയിട്ടാണ്, പഠിച്ച് റാങ്ക് നേടാൻ വേണ്ടിയിട്ട്. ഉമ്മ ശരിയാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ എന്നെ എത്ര പൈസ കൊടുത്ത് പഠിപ്പിച്ചാലും ഉമ്മ എനിക്ക് അത്രയൊന്നും പഠിക്കാൻ കഴിയൂല. ഇനിയിപ്പോൾ റാങ്ക് കുറഞ്ഞാലും നിങ്ങളൊന്നും പറയരുത് കേട്ടോ. ഞാൻ വേറെ എന്തെങ്കിലും കോഴ്സിന് പോയിക്കൊണ്ട്. ഞാൻ നുസൈബയോട് പറഞ്ഞത് എന്താണെന്നോ, നുസൈബ നിനക്ക് റാങ്ക് കിട്ടും, അത് ഉറപ്പാണ്. എന്നാൽ നിൻ്റെ കീഴിലായിട്ട് ഒരു ജോലി അതെനിക്ക് തരണം കേട്ടോ. നീ ഒരു ഡോക്ടർ ആണെങ്കിൽ ഞാനൊരു നേഴ്സ് ആയിക്കോളാം എന്ന് ഞാൻ ഓളോട് പറഞ്ഞതാണ്. ഹോ എൻ്റെ അമ്മോ, വല്ലാത്തൊരു സ്നേഹം. ഇങ്ങനെ ഉണ്ടാവും ഒരു സ്നേഹം. ഹോ, അവൾ ഡോക്ടർ ആണെങ്കിൽ ഇവൾ നേഴ്സ് ആയിക്കോളാം. ഓ, എന്തൊരു മനസ്സാക്ഷി. കൂട്ടുകാരി ആളായാലും എങ്ങനെ വേണമല്ലേ. എടി പൊട്ടത്തി, ഞാൻ പറഞ്ഞ കേക്ക്. ഓൾ ഡോക്ടറാവും, നീയും ഡോക്ടറാവും. എന്താ നിനക്ക് ഡോക്ടറാകാൻ കഴിയൂല? നിനക്കെന്താ പഠിക്കാൻ കഴിയൂലേ? ഉമ്മ 50 ലക്ഷം 60 ലക്ഷം ഒക്കെ രൂപ ഉണ്ടാവുമോ? അതിനല്ലേ മോളെ എൻട്രൻസ് എക്സാം എഴുതുന്നത്. എന്തിനാ എൻട്രൻസ് എക്സാം എഴുതുന്നത്? ഫ്രീ ആയി മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് എഴുതുന്നത്. അല്ലാതെ വെറുതെ അല്ല പൈസ കൊടുത്ത് പറഞ്ഞയച്ച മോളെ. ഉമ്മ സത്യമായിട്ടും എനിക്ക് കഴിയണില്ല, അത് ഫുള്ളായിട്ട് എനിക്ക് മെമ്മറിയിൽ കയറുന്നില്ല. നുസൈബയോടാണെങ്കിലോ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓള് പെട്ടെന്ന് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ടീച്ചറിനും മിസ്സിനൊക്കെ ഭയങ്കര കാര്യമാണ്. ഓളൊക്കെ നല്ല പഠിക്കണ കൂട്ടത്തില്ല. ഈ എന്നാൽ വേറെ പണിക്ക് നടന്നോ? അതല്ല എൻ്റെ പണി. ചിലക്കാതെ പോയിരുന്ന് പഠിക്കടി. ഷിഫിയെ അവൾ ഉമ്മ ശകാരിച്ചു. അവളൊന്നും മിണ്ടിയില്ല. എന്നാലും എൻ്റെ കൂട്ടുകാരി നുസൈബ, പാവം ഷമ്മാസ്, അവരെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം എന്ന് ഞാൻ കരുതിയതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അവളുടെ വിവാഹ നിശ്ചയം അതെന്നാണാവോ? അത് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോയി. പാവം ഷമ്മാസ് ഒന്നും അറിയില്ല. ഷമ്മാസിനോട് ഇതെങ്ങനെ പറയണം? പറയാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവൻ പാവം ഒന്നും അറിയാതെ അവളെ ഇനിയും കാത്തിരിക്കും. അവളുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കും. ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്തോ അറിയില്ല. എന്തായാലും പാവാണ് ഷമ്മാസ്. അവനെ എനിക്ക് സങ്കടം വരികയാണ് അവൻ്റെ കാര്യം ആലോചിച്ചിട്ട്. ഓൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ അവളെ സ്നേഹിച്ചത്? എന്ത് കണ്ടിട്ടാണ്? അവൾ ഇങ്ങനെ എന്തായാലും ചെയ്തല്ലോ. അവളുടെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ എങ്കിലും ഷമ്മാസ് എത്ര സ്നേഹിച്ചതാണെന്ന് അവൾ ഓർത്തില്ലേ ആ സമയമൊന്നും? എനിക്കറിയുന്നില്ല. പിറ്റേന്ന് രാവിലെ അതാ ഷിഫ കോളേജിലേക്ക് പോകുന്നു. നുസൈബ വരുന്നുണ്ടോ ആവോ? അവൾ വരികയാണെങ്കിൽ തന്നെ എങ്ങനെ അത് ഷമ്മാസ് അവളുടെ മുഖത്തേക്ക് നോക്കും എന്നെനിക്ക് അറിയുന്നില്ല. പാവം. എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. തലേന്ന് രാത്രി പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് വേണ്ട. അവൻ്റെ ഉറക്കം വെറുതെ കളയണ്ട. അവൻ നല്ല ഹാപ്പി ആയിരിക്കും. ഇനി പകൽ നേരിട്ട് കണ്ട് പറയാം, അതായിരിക്കും നല്ലത്. പതിവ് പോലെ അതാ ഷിഫ അവിടെ ബസ് ഇറങ്ങുന്നു. അവൾ ഒരു നിമിഷം നോക്കി നുസൈബയുടെ ബസ് വരുന്നുണ്ടോ എന്ന്. സമയമായി. ദാ വരുന്നുണ്ട്. ഷിഫ അവിടെ തന്നെ നിന്നു. നുസൈബയെ അവൾ കാത്തിരുന്നു. ബസ് അവിടെ നിർത്തി. നിർത്തുമ്പോഴേക്കും അതാ ഷമ്മാസ് ഷോപ്പിന് പുറത്തേക്ക് ഇറങ്ങി. പാവം, നുസൈബയെ കാണാൻ വരിക തന്നെയാണ്. ആ ബസ്സിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇറങ്ങി. പക്ഷേ അവളെ മാത്രം കണ്ടില്ല. ഹിജാബിയെ മാത്രം കണ്ടില്ല. ഷമ്മാസിൻ്റെ മുഖം വല്ലാതെയായി. അതെ, വളരെയധികം സന്തോഷത്തോടു കൂടെ വിടർന്നു നിന്നിരുന്ന ആ മുഖം അത് പെട്ടെന്ന് അങ്ങ് വാടി. അപ്പോൾ തന്നെ അത് മനസ്സിലായി, ഇല്ല, ഹിജാബ് ഇന്ന് വന്നിട്ടില്ല എന്ന്. ഷിഫ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പരുങ്ങി. അവൾ വെറുതെ ഒന്ന് ഷമ്മാസിനെ നോക്കി. ഷമ്മാസിൻ്റെ മുഖം വളരെയധികം ദയനീയമായിരുന്നു. ഷമ്മാസ് ഷോപ്പിനകത്തേക്ക് തന്നെ പോയി. പടച്ചോനെ, 2 ദിവസമായി എൻ്റെ ഹിജാബിയെ കണ്ടിട്ട്. ഫോണാണെങ്കിൽ അത് മെസ്സേജ് അയച്ചിട്ടൊന്നും പോകുന്നില്ല. എന്തോ എന്നെ ബ്ലോക്ക് ചെയ്തോ എന്താണാവോ? പടച്ചോനെ, എന്തു പറ്റി എൻ്റെ ഹിജാബിക്ക്? ഷമ്മാസ് തല കുനിച്ച് നിന്നു ആ ഒരു ടേബിളിന് മുമ്പിൽ. എന്താ ബോസ്, എന്തു പറ്റി? തലവേദനയ്ക്കുണ്ടോ? അപ്പോഴേക്കും സ്റ്റാഫ് വന്നു. ഹേയ് ഇല്ലടാ, നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും വരും. ചില ദുഃഖങ്ങൾ നമുക്ക് താങ്ങാൻ കഴിയില്ല. എന്തു പറ്റി? എന്താണെന്ന് പറയൂ. ഒന്നുമില്ലടാ. സങ്കടം കൊണ്ട് ഷമ്മാസ് റൂമിന് പുറത്തേക്കിറങ്ങി. വെറുതെ ആ ശൂന്യതയിലേക്ക് നോക്കി നിന്നു. അതെ, അവരുടെ ബെല്ലടിക്കുന്നു. ഇനിയും ഹിജാബി എത്തിയിട്ടില്ല.
ഒരു പക്ഷേ ബസ് കിട്ടാത്തതിനാലാണോ അവൾ വരാതിരുന്നത്? ഒന്നും അറിയുന്നില്ല. അവൻ ദീർഘനിശ്വാസം വിട്ടു. അല്ലാ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചോ? എനിക്കൊന്നും അറിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യും റബ്ബേ? ഷമ്മാസ് തൻ്റെ ഇടതുനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പഠിച്ചവനോട് പറഞ്ഞു, അല്ലാ, ഒരുപാട് ആഗ്രഹിച്ചത് തെറ്റായിപ്പോയോ? ഒരുപാട് സ്നേഹിച്ചത് അത് തെറ്റായിപ്പോയോ? എനിക്കറിയുന്നില്ല. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ടില്ലായിരുന്നു. അത്രക്കും ആലോചിച്ചു പോയി, ആഗ്രഹിച്ചു പോയി. അത് പെട്ടെന്ന് കാണാതായപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ മനസ്സിന്. ആ ദിവസം മുഴുവൻ അതാ ഷമ്മാസ് മൂകമായിരുന്നു. ഇൻ്റർബെൽ സമയമായി. കുട്ടികളെല്ലാം അതാ മൊബൈൽ ഷോപ്പിലേക്ക് വരുന്നു. കൂടെ ഷിഫയുമുണ്ട്. അവൻ ഷിഫയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ആ നോട്ടത്തിൽ ഷിഫയ്ക്ക് എല്ലാം മനസ്സിലായിരുന്നു. അതെ, ആ നോട്ടത്തിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. തൻ്റെ ഹിജാബി എവിടെ? അതാണ് ആ നോട്ടത്തിനർത്ഥം, വേറൊന്നുമല്ല. തൻ്റെ ഹിജാബി എവിടെ? അതാണ് അവൻ ചോദിക്കുന്നത്. അവൻ്റെ കണ്ണുകളിലുള്ള ചോദ്യം അതാണ്, മറ്റൊന്നുമല്ല. ഷിഫ സങ്കടത്തോടെ അതാ ഷമ്മാസിനടുത്തേക്ക് ചെല്ലുന്നു. ഷമ്മാസിൻ്റെ ചുണ്ടുകൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഹിജാബി വന്നില്ലേ? ഷിഫയ്ക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല. ഇല്ല, അവൾ വന്നിട്ടില്ല. എന്തു പറ്റി? മെസ്സേജ് അയച്ചിട്ടൊന്നും റീപ്ലൈ കാണുന്നില്ല. എന്തു പറ്റിയാവോ? പ്രൊഫൈൽ പോലും കാണുന്നില്ല. ഷമ്മാസ്ക, നിങ്ങളോളെ ബ്ലോക്കാക്കി പോയോ? അറിയില്ല. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറയുന്നത് അവൾ ശ്രദ്ധിച്ചു. അവൾ പതുക്കെ ആ ഷോപ്പിൽ നിന്നിറങ്ങി. വേണ്ട, ഇനി ഇവിടെ നിന്നാൽ ഒരു പക്ഷേ എന്നോട് ഷമ്മാസ് എല്ലാം ചോദിച്ചറിഞ്ഞ് പിന്നെ സീനാകും. തൽക്കാലം അത് വേണ്ട. അപ്പം എല്ലാവരും അത് നോക്കി നിൽക്കും. എന്താണടി, എന്താ വിഷയം എന്നൊക്കെ പറയും. അവർ ക്ലാസ്സിലേക്ക് തന്നെ മടങ്ങി ബെല്ലടിച്ചു. അപ്പോഴതാ സാറ് ക്ലാസ്സിലേക്ക് വരുന്നു. അല്ല, ഇന്ന് നമ്മളെ നുസൈബ് വന്നിട്ടില്ലേ? സാർ ചോദിച്ചു. മിസ് നേരത്തെ ഹാജരെടുത്ത് പോയപ്പോഴും ഈ ഒരു ചോദ്യം ചോദിച്ചാണ്. സാർ ഇപ്പോഴാണ് വരുന്നത്. സാർ വന്നിട്ടില്ല. എന്തു പറ്റി അവൾക്ക്? ഒരു നിമിഷം ഷിഫ അത് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞു, വേണ്ട. ഹേയ്, ഒരിക്കലും വേണ്ട. ഞാനത് പറയുന്നില്ല. ഞാനായിട്ടത് പറയുന്നില്ല. കാരണം എല്ലാവർക്കും കളിയാക്കാനും ചിരിക്കാനും ഒരു ഹേതുവാകും. പിന്നെ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ പലരും ഷിഫയുടെ പഠനം കണ്ട് അസൂയപ്പെടുന്നവരുമുണ്ട്. അത് അവർക്ക് ഒരു ആഘോഷമാവും. നുസൈബ ക്ലാസ്സിലെത്താഞ്ഞാൽ അവർക്ക് ആ റാങ്ക് കരസ്ഥമാക്കാം എന്നുള്ളവരുണ്ടാവും. അവളെ എക്സാമിൽ നിന്ന് പാടെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഇല്ല, അതവർക്ക് ലഭിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇത് പറയണ്ട. സർ, അത് നുസൈബ അവൾ വരും. അത് നിനക്കെങ്ങനെ അറിയാം? നീ അവളുടെ വീട്ടിൽ നിന്നാണോ വരുന്നത്? അല്ല സർ, അത് എന്നോട് പറഞ്ഞിരുന്നു 2 ദിവസം. അങ്ങനെയാണെങ്കിൽ സാറിനോടല്ലേ വിളിച്ച് പറയേണ്ടത്, അല്ലേ മിസ്സിനോട്? അപ്പോൾ നിന്നോടാണ് വിളിച്ച് പറഞ്ഞത്? അങ്ങനെയല്ല, പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോൾ. അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അത് എന്തൊരു കംപ്ലൈൻ്റ് ആയിട്ടായിരുന്നു? ഓഹോ, നിനക്ക് എല്ലാ കാര്യം അറിയാലോ ഷിഫ, നുസൈബയെക്കുറിച്ച്. നിങ്ങളാണെങ്കിൽ ഒരുമിച്ചല്ല വരാറുള്ളതും ഒരേ വീട്ടിലുമല്ല. പിന്നെ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിനക്കറിയാം? അതെ, അപ്പോഴേക്കും കുട്ടികളെല്ലാവരും കൂടി പറഞ്ഞു, അവർ ഭയങ്കര ബെസ്റ്റിയാണ്. ഓഹോ, ബെസ്റ്റിയാണല്ലേ? അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയാലും ഇങ്ങനെ വേണമല്ലേ? എല്ലാ രഹസ്യങ്ങളും പരസ്പരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന. പക്ഷേ ഷിഫക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ. ഞാൻ ബെസ്റ്റിയൊക്കെ തന്നെയാണ്. പക്ഷേ അവൾ എന്നോട് പറഞ്ഞില്ല അവളെ പെണ്ണും കാണാൻ വരുന്ന കാര്യം ഒന്നും. സത്യമായിട്ടും ഞാൻ വിളിച്ചപ്പോഴല്ലേ പറഞ്ഞത്. ഇതാണോ ബെസ്റ്റ്? ഷിഫ ഇരിക്കോ, സിറ്റ് ഡൗൺ. ഷമ്മാസിനോട് കാര്യം എങ്ങനെങ്കിലും പറയണം എന്ന് ഷിഫ വിചാരിക്കുന്നു. അല്ലെങ്കിൽ അവന് എന്ത് കരുതും? അവൻ്റെ വീട്ടുകാർ അവനക്ക് വേറെ കല്യാണം നോക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അല്ലാതെ ഒരിക്കലും ഇനി ഹിജാബിയെ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തൊക്കെ തന്നെയായാലും ഇന്ന്
ഈവനിങ്ങിൽ കുറച്ച് നേരം വൈകിയാലും വേണ്ടില്ല ഷമ്മാസിനോട് കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ പറയണം. ഇനിയിപ്പോൾ മെസ്സേജിലൂടെയാണോ നല്ലത്, അതോ നേരിട്ട് പറയുന്നതാണോ? അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ ചെന്നിട്ട് മെസ്സേജ് അയക്കാം, അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഒരുപാട് സമയം അവൻ്റെ അടുത്ത് നിന്ന് പറയാൻ നിൽക്കുമ്പോൾ ആളുകൾ മറ്റെന്തെങ്കിലും തെറ്റിദ്ധരിക്കും. ഹേയ്, അതിനൊരു ചാൻസ് വേണ്ട. അന്ന് ഷിഫ സ്കൂൾ വിട്ട് പോകുന്നു. വീട്ടിലെത്തി അവൾ അപ്പോൾ തന്നെ ഫോൺ എടുക്കുന്നു. ഷമ്മാസ് ഓൺലൈനിലുണ്ട്. ഓക്കെ, ഹായ് ഷമ്മാസ്. അവൾ മെസ്സേജ് അയക്കുന്നു. ആ ഷിഫ പറയൂ. ഹിജാബിയെക്കുറിച്ച് വല്ലതും? ഷമ്മാസ് തിരിച്ച് മെസ്സേജ് അയക്കുന്നു. അപ്പോഴേക്കും ഷിഫ പറയുന്നു, അത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം? പറയൂ, എന്താണെങ്കിലും പറയൂ. എന്തു പറ്റി എൻ്റെ ഹിജാബിക്ക്? ഷമ്മാസിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവൻ കരയുന്ന സ്മൈലി ഇട്ടുകൊണ്ടിരുന്നു. ഹിജാബിയെ കാണാതെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. ഞാൻ എങ്ങനെയാണ് ഈ 2 ദിവസം തള്ളി നീക്കിയത് എന്ന് ഷിഫ നിനക്കറിയില്ല. എൻ്റെ ഹിജാബിക്കും അതറിയില്ല. അതെ, സത്യം പറഞ്ഞാൽ എനിക്ക് അവളെ വേണം. എന്തായാലും പറയൂ, എന്തു പറ്റി? ഷിഫ എന്നോട് തുറന്ന് പറയൂ, അവളുടെ കൂട്ടുകാരി എന്നുള്ള നിലക്ക്. ഷമ്മാസ്, നീ സങ്കടപ്പെടരുത്. എന്താ ഷിഫ നീ പറയുന്നത്? അത് ഷമ്മാസ്, നിങ്ങളുടെ വിവാഹം വീട്ടിൽ നിന്ന് ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അത് പിന്നെ അതിനുള്ള പ്രായമായില്ലേ. ഉമ്മയ്ക്ക് എന്നോ തിരക്ക് കൂട്ടുന്നുണ്ട്, ആരോടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനതങ്ങ് നൈസായിട്ട് തള്ളിക്കളയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഹിജാബിയുള്ള കാര്യം അത് ഇത്രമാത്രം ആഴത്തിലാണെന്നുള്ളത് എൻ്റെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ. ആണോ? എന്നാൽ ഷമ്മാസ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെ വിവാഹം നോക്കാം പറഞ്ഞോളൂ, അതായിരിക്കും നല്ലത്. ഷിഫ, എന്താണ് നീ പറയുന്നത്? എനിക്ക് വിവാഹം കഴിക്കാനുള്ളൊരു പെണ്ണുണ്ടല്ലോ, ഞാനെൻ്റെ മനസ്സിൽ കണ്ടുവച്ചൊരു പെണ്ണുണ്ടല്ലോ, എൻ്റെ ഹിജാബി. അതിനപ്പുറത്തേക്കായിട്ട് ഹേയ്, വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടെന്നല്ല. എന്തൊക്കെയാണ് ഈ പറയുന്നത്? കാര്യങ്ങളെ എന്നോട് തുറന്ന് പറയൂ പ്ലീസ്. ഷമ്മാസിന് അതറിയാൻ വേണ്ടി തിടുക്കമായി. അവൻ വീണ്ടും മെസ്സേജ് അയച്ചു. ഇല്ല, എൻ്റെ ഹിജാബി ഓൺലൈനിലൊന്നുമില്ല. പക്ഷേ ഷിഫ പറയുന്നത് കേട്ട് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ടെൻഷനിലാണ്. ഷിഫ പറയൂ, എൻ്റെ ഹിജാബിക്ക് എന്ത് പറ്റി? അതറിയണം എനിക്ക്. ഷമ്മാസ്, അത് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ അത് കേൾക്കുമ്പോൾ നീ വല്ലാതെ വേദനിക്കും. എന്താണ്? പറയൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖം മാത്രമായാലും എന്തൊക്കെ തന്നെയായാലും പറയൂ, എനിക്കതറിയണം. അത് ഇന്നലെ നുസൈബയെ പെണ്ണ് കാണാൻ വന്നു. എന്താ ഞാൻ കേൾക്കുന്നത്? ഷമ്മാസ് നിയന്ത്രണം വിട്ടുപോയി. ഹേയ്, ഇല്ല, ഒരിക്കലുമില്ല. അവളതിന് സമ്മതിക്കില്ല. എനിക്കറിയാം, എൻ്റെ നുസൈബ് അതിന് സമ്മതിക്കില്ല. ഹേയ്, ഒരിക്കലുമില്ല. ഷിഫ, നീ ശരിക്കുള്ള ബോധത്തിലാണോ ഈ പറയുന്നത്? ഒരിക്കലും. ഹേയ്, ഞാനത് വിശ്വസിക്കില്ല. എൻ്റെ നുസൈബയെ പെണ്ണ് കാണാൻ വരെ ഇല്ലല്ല. അവൾ എന്നെ മാത്രമേ വിവാഹം കഴിക്കൂ, മറ്റൊരാളെ അവൾ വിവാഹം കഴിക്കില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ഷമ്മാസ്, ഞാൻ നിന്നോട് കാര്യത്തിലാണ് പറയുന്നത്. അതെ, അത് സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. അവളെ ഇന്നലെ പെണ്ണ് കാണാൻ വന്ന് അവളെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഷിഫ പ്ലീസ്, എന്നോട് നീ എന്തിനത് പറഞ്ഞു? എനിക്കത് കേൾക്കണ്ട. ഹേയ് വേണ്ട. ഷമ്മാസിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അവൻ്റെ കയ്യിൽ നിന്ന് ആ ഫോണതാ താഴേക്ക് വീഴുന്നു. അവൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ പൊട്ടിക്കരയണമെന്ന് തോന്നി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ പെട്ടെന്ന് കാറിനകത്തേക്ക് തന്നെ കയറി. അതെ, എൻ്റെ നുസൈബ, നീ എന്നെ മറന്നോ? സത്യമായിട്ടും ഞാൻ കേട്ടത് സത്യമാണോ? വണ്ടിയുടെ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് അതാ ഷമ്മാസ് പൊട്ടി കരയുന്നു. തൻ്റെ നുസൈബ തൻ്റെ ജീവനായിരുന്നു. എനിക്ക് അവളെയായിരുന്നു ഇഷ്ടം. ഹേയ്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണ് അതവൾ മാത്രമാണ്. അല്ലാതെ വേറൊരു പെണ്ണിനെയും
ഈ ഹൃദയത്തിലേക്ക് ചേർക്കാൻ ഷമ്മാസിന് കഴിയില്ല. ഇല്ല, ഒരിക്കലുമില്ല. അവനാകെ നിയന്ത്രണം വിട്ടുപോയി. എന്ത് ചെയ്യണം? പഠിച്ചോനെ, നുസൈബയില്ലാത്തൊരു ജീവിതം അതെനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. വീട്ടിൽ എത്രയെത്ര വിവാഹാലോചനകൾ വരുന്നു, പക്ഷേ എൻ്റെ മനസ്സിൽ ഹിജാബി, അവൾ മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതെ, ആ ഹിജാബിയെ വിട്ട് മറ്റൊരു വിവാഹം സാധിക്കില്ല. എങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവൾ പോയിക്കോട്ടെ, അവൾ ജീവിച്ചോട്ടെ, സുഖസുന്ദരമായി ജീവിച്ചോട്ടെ, എവിടെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. പക്ഷേ എൻ്റെ മനസ്സിൽ ആ ഒരു ഹിജാബി മാത്രമായിരിക്കും. അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ, ഇഷ്ടമുള്ള കുടുംബത്തിൻ്റെ കൂടെയൊക്കെ അവൾ പോയിക്കോട്ടെ, സാരമില്ല, ഞാനിവിടെ ഒറ്റയ്ക്ക് ജീവിക്കും. അവളുടെ ആ വേദന എനിക്ക് മാറ്റാനും കഴിയില്ല. എൻ്റെ ഹൃദയം ആകെ മുറിവാണ്. അങ്ങനെയുള്ള വാർത്തയാണ് ഞാൻ കേട്ടത്. എൻ്റെ ഹൃദയം വല്ലാതെ നുറുങ്ങുന്നു. പഠിച്ചോനെ, ഇത്രക്കും വലിയ ദുഃഖം ഞാനൊന്ന് കേൾക്കുമെന്ന് വിചാരിച്ചില്ല. നുസൈബയെ പെണ്ണ് കാണാൻ വന്നു എന്നോ? അതിനെങ്ങനെ അവൾ സമ്മതിച്ചു? അവൾക്ക് എൻ്റെ പേരെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഞാനില്ല അവൾക്ക്? മറ്റൊരുത്തൻ അവളെ കാണാൻ വന്നോ? മറ്റൊരുത്തൻ അവളുടെ ആ മുഖം കണ്ടോ? ഞാൻ വരെ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. അവളുടെ കണ്ണുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാലും എങ്ങനെ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ തോന്നി ആ മുഖം? ഞാൻ പോലും കാണാത്ത എൻ്റെ ഹൃദയത്തിലെ സുന്ദരിയുടെ ആ മുഖം എങ്ങനെ ഞാൻ വരെ ഊഹിച്ചെടുത്തതാണ് അവളുടെ മുഖം. എന്നാലും അവൾ എങ്ങനെ അവനക്ക് കാണിച്ചു കൊടുത്തത്? ഇത്രയേ ഉള്ളൂ ഹിജാബി നിൻ്റെ സ്നേഹം എന്നോട്? പറയൂ. ഷമ്മാസ് സ്വയം സംസാരിക്കുകയാണ്. ഷമ്മാസ് അതാ വണ്ടിയെടുക്കുന്നു, വളരെയധികം സ്പീഡിൽ, നിയന്ത്രണമില്ലാതെ. മനസ്സിൻ്റെ വേദന, അല്ലാ നീ ഒന്ന് തീർത്തു തരണം. പഠിച്ചവനെ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഹിജാബി എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്കിനി അവളെ കിട്ടില്ലല്ലോ. ഞാനിനി എന്താ? എത്രമാത്രം സ്വപ്നങ്ങൾ കണ്ടതാണ്. എന്തിനാണ് ഷിഫ എന്നോടത് പറഞ്ഞത്? വിവരം അറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഷമ്മാസദ വണ്ടി സ്പീഡിൽ ഓടിക്കുന്നു. നേരെ പള്ളിയുടെ മുമ്പിലെത്തി. അല്ലെങ്കിലും സങ്കടം വരുമ്പോൾ ഷമ്മാസ് നേരെ പള്ളിയിലേക്ക് ഓടും, അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക്. അവിടെ അതാ ഷമ്മാസ് ബ്രേക്കിടുന്നു. വാഹനത്തിൽ നിന്നിറങ്ങി. അവൻ്റെ കണ്ണും മുഖവും ആകെ ചുവന്നിരിക്കുന്നു. ഉസ്താദ് അതാ പള്ളിയുടെ വാതിൽക്കലുണ്ട്. ഷമ്മാസ്, എന്തു പറ്റി? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. എന്താ മുഖമൊക്കെ വല്ലാതെ വിവരണമായിരിക്കുന്നല്ലോ, എന്തു പറ്റി? ചുവന്ന് തൊടുത്തിട്ടുണ്ടല്ലോ ആകെ. ഉസ്താദേ, മനസ്സിലായി ഉസ്താദിന് എന്തോ ഒരു സങ്കടമുണ്ട് ഷമ്മാസിന്. അല്ലാതെ അവനൊന്നും മിണ്ടാതെ കഴിച്ചിലാവില്ല. അതെ, അവന് പറയാൻ കഴിയുന്നില്ല. അവൻ നേരെ ഉളുഹെടുക്കാൻ പോയി. ഉളുഹെടുത്ത് അവനതാ പള്ളിക്കകത്തേക്ക് ഓടുന്നു. അവൻ നിസ്കരിക്കുന്നു സുന്നത്ത്. ഉസ്താദ് ആ ഭാഗത്തേക്ക് ചെന്നു. അതെ, കണ്ണീരൊലിപ്പിച്ചുകൊണ്ടാണ് നിസ്കാരമെല്ലാം. സങ്കടം അണപൊട്ടി ഒഴുകുന്നു. എന്താണെന്നറിയില്ല. അള്ളാഹുവിനോട് എന്തും പറയാലോ. പഠിച്ച റബ്ബുണ്ടാകുമ്പോൾ മറ്റൊരാളോടും പറയേണ്ട ആവശ്യമില്ലല്ലോ. പഠിച്ചോൻ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ലല്ലോ, ഉസ്താദ് വിചാരിച്ചു. ഷമ്മാസ് സുജൂദിൽ ഒരുപാട് സമയം കിടക്കുന്നു. എല്ലാം കഴിഞ്ഞ് അതാ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എന്നെ സൃഷ്ടിച്ച റബ്ബേ, എൻ്റെ മനസ്സിലെ വേദന നീ അറിയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം സങ്കടപ്പെടുന്നതെന്ന് നിനക്കറിയാം. പഠിച്ചവനെ, എൻ്റെ ആഗ്രഹം അതെല്ലാം തട്ടിത്തെറിച്ച് പോവുകയാണെന്ന് തോന്നുന്നു. വിധി എനിക്കില്ലേ? നിൻ്റെ വിധിപ്രകാരം മാത്രമേ എല്ലാം ഉണ്ടാവുകയുള്ളൂ. അതെനിക്കറിയാം. അറിയാഞ്ഞിട്ടല്ല. പഠിച്ചവനെ, വല്ലാതെ കൊതിച്ചു പോയി, വല്ലാതെ സ്നേഹിച്ചു പോയി. എനിക്ക് തിരിച്ചു തരുമോ എൻ്റെ ഹിജാബിയെ? മറ്റൊരുത്തൻ അവളെ കാണാൻ വന്നിരിക്കുന്നു.
എന്ന് കേട്ടു. അല്ലാ, സഹിക്കാൻ കഴിഞ്ഞില്ല. നിൻ്റെ അടുക്കൽ ഓടിയെത്തി. നിൻ്റെ ഭവനത്തിലെത്തി ദുആ ചെയ്താൽ എനിക്ക് വല്ലാത്തൊരാശ്വാസമാണ്. അത് എന്തൊക്കെ തന്നെയായാലും അല്ലാ ഹൈറാണെങ്കിൽ എനിക്ക് നീ അത് തിരിച്ചു തരണം. ഷമ്മാസ് സങ്കടപ്പെട്ടു കൊണ്ടിരുന്നു. നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഷമ്മാസ് അതാ ദുആ ചെയ്ത് ഉപ്പയുടെ ഖബറിനരികിലേക്ക്. ഷമ്മാസ്, ഉസ്താദ് ബാക്കിൽ നിന്ന് വിളിക്കുന്നു. ആ ഉസ്താദേ. എന്താ ഷമ്മാസ്, വല്ലാതായിരിക്കുന്നല്ലോ. എന്തു പറ്റി? ഉസ്താദേ, മനസ്സിൽ ദുഃഖം ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും നമ്മൾ കൂടുതലായി അള്ളാഹുവിനെ ഓർക്കണമല്ലോ അല്ലേ? ഓർക്കുമല്ലോ. അതാണ് ഞാൻ വന്നത്. എന്താ ഷമ്മാസ്, നിനക്കിപ്പോൾ ദുഃഖമാണോ സന്തോഷമാണോ? ഉസ്താദേ, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിൻ്റെ മുഖം വളരെയധികം മനോഹരമായതുകൊണ്ട് എനിക്ക് നിൻ്റെ മുഖം ചുവന്ന് തുടുത്ത് നല്ല ഭംഗിയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നിൻ്റെ കണ്ണുകൾ അത് വല്ലാതെ നിറയുന്നുണ്ട്. ഉസ്താദേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. മോനെ, നിനക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടല്ലോ. നീ എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങോട്ട് ജുമാക്ക് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നീ ഏൽപ്പിക്കാറുള്ള ഒരു ക്യാഷ് ഉണ്ടല്ലോ, അതെ, അതെനിക്ക് വല്ലാത്തൊരു റാഹത്താണ്. എൻ്റെ കുടുംബത്തിന് അത് വല്ലാത്തൊരു തണലാണ് നീ തരുന്ന ക്യാഷ്. അതുകൊണ്ടാണ് എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കൊക്കെയുള്ള ഭക്ഷണമൊക്കെ ഞാൻ സ്പെഷ്യലായിട്ടുള്ളതൊക്കെ വാങ്ങിക്കൊണ്ടാറുള്ളത്. അല്ലാതെ ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ നിനക്കറിയുന്നതല്ലേ. അതിനേക്കാളും എത്രയോ കൂടുതലാണ് നീ എനിക്ക് തരുന്ന ക്യാഷ്. ആ ഒരു ക്യാഷ് ഞാൻ എൻ്റെ കൈകളിൽ ആ വെള്ളിയാഴ്ച കിട്ടുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി. സത്യമായിട്ടും നിനക്ക് ഒരുപാട് അള്ളാഹു അനുഗ്രഹം വർഷിക്കട്ടെ, ഒരുപാട് സ്വത്തും സമ്പത്തും നൽകട്ടെ എന്നൊക്കെ ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഉസ്താദേ, എന്നാൽ നിങ്ങൾ അതൊക്കെ എനിക്ക് ഇഷ്ടം പോലെ പഠിച്ചും തന്നിട്ടുണ്ട്. സ്വത്തും സമ്പത്തും ക്യാഷും പണവും എല്ലാം. പക്ഷേ ഉസ്താദേ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? പറയൂ. എന്താണെങ്കിലും പറയൂ ഷമ്മാസ്. ഉസ്താദിനോട് അത് എങ്ങനെ പറയും എന്ന് വിചാരിച്ചിട്ട് ഷമ്മാസ് ഒന്ന് പരുങ്ങി. ഉസ്താദിനോട് അവൻ പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെനിക്ക് ഹലാലായ ഉദ്ദേശം നിറവേറ്റി തരുവാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. നിങ്ങളൊക്കെ എപ്പോഴും ഖുർആനും പള്ളിയുമായൊക്കെ നടക്കുന്ന ആളുകളല്ലേ. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. ഷമ്മാസ്, അതിനെന്താ, നിൻ്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പടച്ച റബ്ബ് പൂർത്തീകരിച്ച് തരട്ടെ. ആമീൻ. ഷമ്മാസ് ആമീൻ പറഞ്ഞു ഹൃദയത്തിൽ തട്ടിക്കൊണ്ട്. പള്ളിക്കാട്ടിലേക്ക് അതാ ഷമ്മാസ് നടന്നു പോകുന്നു, തൻ്റെ ഉപ്പയുടെ ഖബറിനരികിൽ. അവിടെ ചെന്ന് ഷമ്മാസിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഉപ്പയുടെ അടുക്കൽ ഖബറിനടുക്കൽ വന്നിരുന്നു. ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. പഠിച്ചോനെ, എൻ്റെ ഉപ്പ ഈ ഖബറിനിടയിലാണ്. എൻ്റെ ഉപ്പാക്ക് ഖബറിടം വിശാലമാക്കി കൊടുക്ക് റഹ്മാനെ. എന്ത് തെറ്റുകുറ്റങ്ങളും എൻ്റെ ഉപ്പ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് കൊടുക്ക്. സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി അവിടെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്ക് റഹ്മാനെ എൻ്റെ ഉപ്പയുടെ ഖബർ. ഉപ്പ, ഇതാ ഷാമോനാണ് വന്നിട്ടുള്ളത്, ഉപ്പാൻ്റെ പൊന്നുമോൻ. ഷമ്മാസിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഒരു നിമിഷം അവൻ വിചാരിച്ചു, എൻ്റെ ഉപ്പ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പള്ളിക്കാട്ടിൽ നിന്ന് പോരുമ്പോഴും ഷമ്മാസ് തൻ്റെ ഉപ്പയുടെ ഖബറിടം തിരിഞ്ഞു നോക്കി. തൻ്റെ ഉപ്പ തന്നെ വിളിക്കുന്നുണ്ടോ? അങ്ങനെയാണ് അവനക്ക് തോന്നിയത്. എൻ്റെ ഉപ്പയുടെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്ന് തന്നെ തോന്നുന്നു. അതാ ഉപ്പ ചിരിച്ചുകൊണ്ട് ഷാമോനെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന പോലെ ഷമ്മാസിന് തോന്നുകയാണ്. ഉപ്പ, ഞാൻ വരും അടുത്തായിട്ട് തന്നെ. അവൻ ഖബറാളികളോടെല്ലാം സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. കണ്ണീരോടെ ഷമ്മാസ് അതാ വീട്ടിലേക്ക് പോകുന്നു. പള്ളിയിലെ ഉസ്താദ് അതാ അപ്പോൾ അവിടെ വാഹനത്തിനടുത്ത് നിൽക്കുന്നു. ഉസ്താദേ, എന്നാൽ ശരി, ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. ഷമ്മാസ്, നീ നല്ല ദുഃഖിതനാണെന്ന് തോന്നുന്നു.
നീ ഒരു കാര്യത്തിലും വിഷമിക്കണ്ട. നീ എന്ന് പറഞ്ഞാൽ പള്ളിയുമായി ബന്ധമുള്ള ആളും മാത്രമല്ല, നിൻ്റെ ഉപ്പയുടെ ഖബറിടത്തിൽ വരുന്നയാളും എല്ലാം കൊണ്ടും നല്ലൊരു കുട്ടിയാണ്. അതുകൊണ്ട് നിന്നെ പഠിച്ചും കൈവിടൂല. ഈ നോക്കിക്കോ, എൻ്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പഠിച്ച റബ്ബ് പൂർത്തീകരിച്ചു തരും. അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. അല്ല മോനെ, ഷോപ്പിൻ്റെ കാര്യം എന്തായി? അന്ന് നീ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ഷോപ്പ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഉസ്താദെ. വളരെയധികം ഹാപ്പിയിലായിരുന്നല്ലോ നീ പറഞ്ഞിരുന്നത്. എന്നിട്ട് അതെന്തായി ഉസ്താദെ? അതൊക്കെ പണി നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും സന്തോഷിച്ച് പറയാൻ ഷമ്മാസിന് കഴിഞ്ഞില്ല. ഉസ്താദെ എന്നാൽ ശരി കേട്ടോ, ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. ഉസ്താദിനോട് സലാം പറഞ്ഞ് ഷമ്മാസ് കാറിൽ കയറി നേരെ വീട്ടിലേക്ക്. ഉമ്മ അവിടെ സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഷാമോനെ, എൻ്റെ കുട്ടിക്ക് നേരം വൈകിയോ? ഉമ്മ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ മോനെ കണ്ണും മുറക്ക് വല്ലാതെ ഇരിക്കണല്ലോ. എന്തെന്ന് നല്ല ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? എന്തായി പുതിയ ഷോപ്പിലായിരുന്നോ അതോ പഴയിലായിരുന്നോ? ഹേയ്, അത് ഉമ്മ കുറച്ച് പള്ളിയിലൊക്കെ പോയിട്ടാണ് വന്നത്. ആ മോനെ ചായയും പഴംപൊരി ഉമ്മ ഉണ്ടാക്കിയിട്ട് ടേബിളും വെച്ചിട്ടുണ്ട്, അത് കുടിച്ചോളി പോയിട്ട്. ആ ഉമ്മ. ഷമ്മാസ് നേരെ റൂമിലേക്ക് പോയി. അവൻ ആകെ സങ്കടപ്പെട്ടു. അവൻ തൻ്റെ ബെഡിലേക്ക് ഇരുന്നു. എൻ്റെ ഹിജാബി, ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ നിന്നെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ പാതി വഴിയിൽ വെച്ച് നീ എന്നിൽ നിന്ന് പോയി മറിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ ഹിജാബി, സത്യമായിട്ടും നീ തിരിച്ചു വരുമോ ഈ ഷമ്മാസിൻ്റെ ഭാര്യയായിക്കൊണ്ട്? ഷമ്മാസ് സങ്കടത്തോടെ പറഞ്ഞു. അവൻ റൂമിൽ നിന്ന് ഇറങ്ങാത്തത് കണ്ട് ഉമ്മ വിളിച്ചു. മോനെ, ഷാമോനെ. എടാ, എന്താ ഇറങ്ങാത്തത്? ഷാമോൻ വാതിൽ തുറന്നു. ആഹാ, ഡ്രസ്സൊന്നും ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചത് നീ കുളിക്കാൻ പോയതാണോന്ന്, അല്ലെങ്കിൽ ഫ്രഷ് വന്നപ്പോൾ തന്നെ വേഗം ഫ്രഷായിട്ട് ചായ എടുക്കാനൊക്കെ ഇരിക്കും. ഇതിപ്പോൾ എന്ത് സംഭവം, ഡ്രസ്സ് മാറിയിട്ടില്ലല്ലോ, എന്ത് പറ്റി? എന്തായിരുന്നു പണി എനിക്ക്? ഉമ്മ, ഹേയ് ഒന്നുമില്ല. എന്തടാ എൻ്റെ കുട്ടിക്ക് എന്താ? വാ ചായ എടുക്കണ്ട, തണുത്തിയില്ലേ, ഞാൻ ചൂടാക്കി തരാം. ഉമ്മ ആ ചായ ഗ്ലാസ് എടുത്ത് അതാ ചൂടാക്കാൻ വേണ്ടി പോകുന്നു. ഉമ്മ വേണ്ട, തണുത്തത് മതി എനിക്ക്, അല്ലെങ്കിൽ ശരീരം ചൂടായി നിൽക്കുകയാണ്. ഷമ്മാസ് മനസ്സിൽ പറഞ്ഞു. എന്താ മോനെ പറഞ്ഞത്? അല്ല, ഇത് മതി, ഈ ചൂട് മതി ഉമ്മ, ഇതൊന്നും വേണ്ട. മോനെ ഒരെണ്ണെങ്കിലും കഴിക്കടാ, ഞാൻ എടുത്തു വെച്ചാൽ എനിക്ക് 4 എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ എത്ര ചുട്ടാലും തികയൂല. ഉമ്മ നിങ്ങൾ എന്തിനാ അതൊക്കെ ചുടുന്നത്? വയ്യാതെ. മോൻ കഴിക്ക്. എന്നിപ്പോൾ ഹോട്ടലിലത്തെ ഫുഡൊന്നും അത്ര നല്ലതല്ല. പഴംപൊരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കല്ല നല്ലത്, അതല്ലേ നല്ല ടേസ്റ്റും. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ ആ ഗ്ലാസ് ചായ ചുണ്ടോടെ അടുപ്പിച്ചു. പക്ഷേ അവന് കുടിക്കാനേ കഴിയുന്നില്ല. അതെ, തൻ്റെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടില്ലേ, ഇനി എന്താ? ഉമ്മ അവൻ്റെ കൂടെ ഇരുന്ന് തീറ്റിക്കുകയാണ്. പക്ഷേ ഷമ്മാസ് അത് വായിലേക്ക് വെച്ചു എന്നല്ലാതെ അതൊന്ന് ചവച്ചിറക്കാൻ പോലും ഷമ്മാസിന് കഴിയുന്നില്ല. എന്താ മോനെ, എനിക്കെന്താ പല്ലിൽ? വേഗം കഴിച്ചൂടെ, വേഗം തിന്നോ. എന്താണ് ചെറിയ കുട്ടികളെ തീറ്റിക്കണ പോലെ? എന്താ എനിക്ക്? ഉമ്മ എന്ന് പറഞ്ഞ് ഷമ്മാസ് ഉമ്മയുടെ അടുത്തേക്ക് ഇരുന്നു. എന്താ മോനെ, എൻ്റെ കുട്ടിക്ക് എന്താ? അവൻ അപ്പോഴേക്കും ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. മോനെ എന്തടാ, എൻ്റെ കുട്ടിക്ക് എന്തെൻ്റെ കുട്ടി കരയണത്? ഉമ്മ അവനെ ആശ്വസിപ്പിച്ചു. എന്തുണ്ടെങ്കിലും ഈ ഉമ്മാനോട് പറഞ്ഞുകൂടെ എനിക്ക്? ഈ ഉമ്മല്ല എനിക്ക്. പിന്നെന്താ എൻ്റെ കുട്ടി വിഷമിക്കണേ? എൻ്റെ കുട്ടി പറയും, എൻ്റെ കുട്ടിക്ക് എന്താ വിഷമം ഉണ്ടായത്? കാര്യമൊക്കെ ഉമ്മാനോട് പറയും. ഉമ്മതാ എന്നെ കേൾക്കാൻ ഇവിടെ ഉമ്മ ഉണ്ടല്ലോ, പിന്നെന്താ? ഷമ്മാസിൻ്റെ പുറത്തുകൂടെ അതാ ഉമ്മ തലോടുന്നു അവൻ്റെ മുടിയിഴകളിലൂടെയും. മോനെ എൻ്റെ കുട്ടി എന്തിനു വിഷമിക്കണം? പറയും, എൻ്റെ കുട്ടിക്ക് എന്താ? കണ്ണൊക്കെ നിറഞ്ഞേക്കണല്ലോ, എന്ത് പറ്റി എൻ്റെ ഷാമോൻക്ക്? ഉമ്മയെ അവൻ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അവനൊന്നും പറയാൻ കഴിയുന്നില്ല. ഉമ്മ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഷമ്മാസിൻ്റെ ചുണ്ടുകൾ വിറക്കുന്നു. ഉമ്മയോട് പറഞ്ഞാൽ പകുതി ആശ്വാസമായിരിക്കും, ഷമ്മാസ് വിചാരിച്ചു. അവനത് ഉമ്മയോടതാ പറയാൻ വേണ്ടി ഒരുങ്ങുന്നു.